ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. CSEB സിലബസ് പ്രകാരം കോർപ്പറേഷൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോർപ്പറേഷൻ്റെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ അവരുൾപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, വാല്യൂസ് ആൻഡ് എത്തിക്സ്, കോർപ്പറേറ്റീവ് കോമൺവെൽത്ത്, എവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോർപ്പറേഷൻ ആസ് എ ബാലൻസിങ് ഫാക്ടർ ബിറ്റ്വീൻ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഇത്രയും കാര്യങ്ങളാണ് ആ ഫസ്റ്റ് മോഡ്യൂൾ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇന്ന് പറയുന്നത്. കോർപ്പറേഷൻ ഈസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോഓപ്പററി. കോഓപ്പററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടാവുന്നത്. ഇതിൽ കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് വിത്ത് എന്നാണ്. അതുപോലെ തന്നെ ഓപ്പററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു വർക്ക് എന്നാണ് മീനിങ്. കോ മീൻസ് വിത്ത് ആൻഡ് ഓപ്പററി മീൻസ് ടു വർക്ക്. ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ്, അത് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, സർവീസ് മോട്ടീവ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, വൺ മാൻ വൺ വോട്ട്, പ്രോക്സി ഈസ് നോട്ട് അലൗഡ്, ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൊമെൻറ്റ്. ഇത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ഓഫ് പീപ്പിൾസ്, ആളുകളുടെ ഒരു അസോസിയേഷനാണ്. സർവീസാണ് മോട്ടീവായിട്ട് വരുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആയിരിക്കും ഈ കോർപ്പറേഷനിലുള്ളത്. അതായത് വൺ മാൻ വൺ വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട്. പ്രോക്സി അവിടെ അലൗഡ് അല്ല, എന്ന് വെച്ചാൽ ഒരു പകരക്കാരന് അലൗഡ് അല്ല. അപ്പോൾ ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കും അവിടെ ഭരണം നടത്തുന്നത്. അതായത് ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആയിരിക്കും അവിടെ ഉള്ളത്. പിന്നെ ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, പിന്നെ പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. ഇതാണ് പ്രധാനപ്പെട്ട കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ ആണ്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. ഇത്രയുമാണ് കോർപ്പറേഷൻ്റെ വാല്യൂസിൽ ഉൾപ്പെടുന്നത്. അടുത്തത് എത്തിക്കൽ വാല്യൂസ് ആണ്. ഓണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സ്. ഇത് 4 എണ്ണമാണ് എത്തിക്കൽ വാല്യൂവിൽ വരുന്നത്. ഇത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ ഓപ്ഷൻ തന്നിട്ട് ഇതിൽ എത്തിക്കൽ വാല്യൂ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിൽ എത്തിക്കൽ വാല്യൂ ആയത് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ എത്തിക്കൽ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കാം. അടുത്തത് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഹാവ് 4 സ്റ്റേജസ്. കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 4 സ്റ്റേജസിലൂടെയാണ് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യം വന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ആണ്. റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആദ്യം കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അത് ICA അതിനെ റീഫോമുലേറ്റ് ചെയ്തെടുത്തതാണ്. അത് 1937, 1966, പിന്നെ 1995. ഓക്കെ, അങ്ങനെ 4 സ്റ്റേജസിലൂടെയാണ് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അത് ഫോർമുലേറ്റഡ് ബൈ റോച്ച്ഡെയിൽ പൈനിയേഴ്സ്. റോച്ച്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റി ഈസ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് അത് രൂപീകരിച്ച ആ ഒരു സ്റ്റേജാണ്. റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സൊസൈറ്റിയാണ് ഈ വേൾഡിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സക്സസ്ഫുൾ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇത്രയുമാണ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് രൂപീകരിച്ച പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. ഇത് എക്സാമിന് ഇപ്പോൾ ഈയിടെയായിട്ട് മിക്കവാറും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓപ്ഷനിൽ ഇതുപോലെ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓപ്ഷനുകളിൽ നിന്ന്
റോച്ച്ഡൈൽഡ് പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനും അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കാം. അടുത്തത് സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1937 അപ്പോൾ ഇൻ 1934 ICA അപ്പോയിൻറ്റ് എ സബ് കമ്മിറ്റി ടു ഇവാലുവേറ്റ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ്, ലണ്ടൻ കോൺഗ്രസ്. അപ്പോൾ 1934 ICA ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പളിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തത്. അത് ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു സബ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1934. ഇൻ 1937 ICA കോൺഗ്രസ് ഹെൽഡ് ഇൻ പാരീസ് അഡോപ്റ്റ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ്. അങ്ങനെ 1937 ICAയുടെ പാരീസിൽ വെച്ച് നടന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഈ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ICA അഡോപ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സബ് കമ്മിറ്റി ഇതിന് നിയോഗിച്ച സബ് കമ്മിറ്റി റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യാനാണ് ICAനോട് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ 1937 ICA ഈ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തു. ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. ഇതിനെയാണ് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതനുസരിച്ചിട്ട് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെൻറ്റ് ഓൺ പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ക്രെഡിറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇത്രയുമാണ് ഇവർ അഡോപ്റ്റ് ചെയ്തത്. ICA അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 4 പ്രിൻസിപ്പിൾസിന് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ബാക്കി 3 നമ്മൾ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1934 ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ട് ICA റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി പഠിക്കാനായിട്ട് ഒരു സബ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. 1937 പാരീസ് കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഈ റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ ICA അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, ഈ പ്രിൻസിപ്പിൾസും കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അടുത്തത് തേർഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. 1966 ICA അപ്പോയിൻറ്റ് എ കമ്മിറ്റി ടു റീഫോർമുലേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഇൻ 1964. 1964 ICA വീണ്ടും ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു ഈ പ്രിൻസിപ്പിൾ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയർമാൻ DG കാർവേ ആണ് ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. കാർവേ കമ്മിറ്റി പ്രപ്പോസ്ഡ് 6 പ്രിൻസിപ്പിൾസ്. കാർവേ കമ്മിറ്റി 6 പ്രിൻസിപ്പിൾസ് ആണ് ഇതിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തത്. ദീസ് പ്രിൻസിപ്പിൾസ് അപ്രൂവ്ഡ് ബൈ ICA 23rd International Congress held in Vienna in 1966. 1966 23ാമത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് വിയന്നയിൽ വെച്ച് നടന്നപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ICA അപ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് പ്രകാരമുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. The principle is known as principles of growth or Carvey's principle. അപ്പോൾ ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് DG കാർവേ കൊണ്ടുവന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിളിനെ കാർവേസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1964 ICA ഈ പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. DG കാർവേ ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അങ്ങനെ DG കാർവേ 6 പ്രിൻസിപ്പിൾസ് രൂപീകരിച്ചു. 1966 23ാമത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് വിയന്നയിൽ വെച്ച് നടന്നപ്പോൾ ICA ഈ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ DG കാർവേയുടെ അദ്ദേഹം കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ് ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കാർവേസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 4th സ്റ്റേജ് ആണ്. 4th സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1995.
ICA appointed Ivan Macpherson to reformulate the principles in 1992 ടോക്കിയോ കോൺഗ്രസ്. അപ്പോൾ ടോക്കിയോ കോൺഗ്രസ്സിൽ വെച്ചിട്ട് 1992 ICA ഇവാൻ മാക്ഫേഴ്സന് ഈ പ്രിൻസിപ്പിൾസ് റീഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ദ റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ഇൻ 1994. 1994 ഇവാൻ മാക്ഫേഴ്സൺ റിപ്പോർട്ട് സമർപ്പിച്ചു. The new principles adopted by ICA General Assembly held in New Century Hall, Manchester on 23rd September 1995. 1995 സെപ്റ്റംബർ 23 ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ച് നടന്ന ICAയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് ഈ പ്രിൻസിപ്പിൾസ് ICA അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ 1995 പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോരുന്നത് കേട്ടോ. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അങ്ങനെ 7 പ്രിൻസിപ്പിളാണ് ഇപ്പോൾ 1995 ഇവാൻ മാക്ഫേഴ്സൺ മുന്നോട്ട് വെച്ചത്. ഇതിൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവാൻ മാക്ഫേഴ്സൺ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റേജസിലൂടെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ആ ഒരു സ്റ്റേജാണ്. അവർ ഫോമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. പിന്നെ 1937 രണ്ടാമത്തെ സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അത് 34 ICA സബ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. 1937 ICA റോച്ച്ഡെയിൽ പൈനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തു. ഇതിനെയാണ് ഫസ്റ്റ് റീഫോമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 4 നമ്മൾ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ബാക്കി 3 നമ്മൾ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും പറയുന്നുണ്ട്. പിന്നെ അടുത്തത് തേർഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ് 1966 അതിൽ 1964 ICA ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യും. ചെയർമാൻ DG കാർവേ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് 1966 ICA അഡോപ്റ്റ് ചെയ്തു. 23ാമത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് വിയറ്റ്നയിൽ വെച്ച് നടന്നപ്പോഴാണ് ഇത് അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, അതനുസരിച്ചിട്ട് 6 പ്രിൻസിപ്പിൾ ഉണ്ട്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതിൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ കാർവേസ് പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഫോർത്ത് സ്റ്റേജ് ആണ്. അത് 1995 അതിൽ 1992 ടോക്കിയോ കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഇവാൻ മാക്ഫേഴ്സനെ അപ്പോയിൻറ്റ് ചെയ്തു ഇത് റീഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1994 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. 1995 സെപ്റ്റംബർ 23 ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ച് നടന്ന ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് ICA ഈ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു, അപ്രൂവ് ചെയ്തു. ഓക്കെ, അത് പ്രകാരമാണ് ഇപ്പോൾ നമ്മുടെയുള്ള ആ 7 പ്രിൻസിപ്പിൾസ് വരുന്നത്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഇനി അതിൽ വരുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇംപ്ലൈസ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമംഗ് ദ കോപ്പറേറ്റീവ്സ് ഓഫ് വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ്സ് തമ്മിലുള്ള ഒരു എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രദർഹുഡിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ പ്രൊഫസർ DR ഗാഡ്ഗിൽ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഐഡിയ ആദ്യം കൊണ്ടുവന്നത് DR ഗാഡ്ഗിലാണ്. ഇത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ഒത്തിരി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ പ്രൊഫസർ DR ഗാഡ്ഗിൽ. DR ഗാഡ്ഗിലിൻ്റെ ബുക്കാണ് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇൻ ഇന്ത്യ, VL മേത്ത.
ഇന്ത്യയിൽ കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടർ എന്ന് പറയുന്നത് VL മേത്തയാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിലുള്ള ഒരു ബ്രദർഹുഡ്, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡിനെയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ഈ ഐഡിയ ആദ്യം കൊണ്ടുവന്നത് പ്രൊഫസർ DR ഗാഡ്ഗിലാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടറാണ് VL മേത്ത. അടുത്തതായിട്ട് ഇനി ആ ഒരു മോഡ്യൂളിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. കോർപ്പറേഷനും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇനി വരുന്നത്. ഇതിൽ കോർപ്പറേഷനെ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു ജോയിൻ ടുഗെദർ വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ തന്നെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷൻ, ഒരു വോളണ്ടറി അസോസിയേഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയിം റെൻഡറിങ് സർവീസ് റാദർ ദാൻ പ്രോഫിറ്റ്. എയിം എന്ന് പറയുന്നത് സർവീസാണ് അതിൻ്റെ എയിം. പ്രോഫിറ്റ് എന്നതിനേക്കാൾ ഉപരി സർവീസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. രജിസ്ട്രേഷൻ ആസ് പെർ KCS ആക്ട് 1969. KCS ആക്ട് 1969 പ്രകാരമാണ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ലീഗൽ എൻറ്റിറ്റി ആൻഡ് പെർപെച്വൽ സക്സഷൻ. അതായത് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് അതിന് സൊസൈറ്റികൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട് എന്നതാണ് ഈ ലീഗൽ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ സ്ഥായിയായ നിലനിൽപ്പ്. അതായത് ഇപ്പോൾ ഒരു മെമ്പേഴ്സിൻ്റെ ഡെത്തോ ഇൻസോൾവൻസിയോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അതൊന്നും സൊസൈറ്റിയെ ബാധിക്കുന്നില്ല. അതിന് സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. അതാണ് ഈ പെർപെച്വൽ സക്സഷൻ എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലാണെങ്കിൽ എയിം എന്ന് പറയുന്നത് ടു മേക്ക് പ്രോഫിറ്റ്. നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സർവീസ് ആയിരുന്നു അതിൻ്റെ എയിമെങ്കിൽ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വരുമ്പോൾ അവരുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ആസ് പെർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. ഇവിടെ രജിസ്ട്രേഷൻ 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ്. മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അവിടെ മാനേജ്മെൻറ്റ്. ആ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ എല്ലാ മാനേജ്മെൻറ്റുകളും നടത്തുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഇവിടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് ഷെയർ എടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഓണേഴ്സ് ആയിട്ട് വരുന്നത്. പക്ഷേ അവിടുത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചേർന്നായിരിക്കും അവിടുത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി, ലീഗൽ എൻറ്റിറ്റി ആൻഡ് പെർപെച്വൽ സക്സഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഓണേഴ്സും ഈ കമ്പനിയും അത് വ്യത്യസ്തമാണ്. ഈ കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട് എന്നതാണ് ഈ ലീഗൽ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെർപെച്വൽ സക്സഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ നിലനിൽപ്പ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ ഷെയർ ഹോൾഡേഴ്സാണ് ഓണേഴ്സായിട്ട് വരുന്നത്. പക്ഷേ അവരുടെ ഡെത്തോ ഇൻസോൾവൻസിയോ അതൊന്നും ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ ബാധിക്കുന്നില്ല എന്നാണ് പെർപെച്വൽ സക്സഷൻ. സ്ഥായിയായ നിലനിൽപ്പ് കമ്പനിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് വരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ എയിം എന്ന് പറയുന്നത് സർവീസാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സൊസൈറ്റി നമുക്കറിയാം KCS ആക്ട് 1969 പ്രകാരം രജിസ്ട്രേഷൻ നടക്കുന്നു. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് അവിടെ രജിസ്ട്രേഷൻ എല്ലാം നടക്കുന്നത്. പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ നമുക്കൊരു മാനേജിങ് കമ്മിറ്റി ഉണ്ട്. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ മെമ്പേഴ്സ് തന്നെ ഡെമോക്രാറ്റിക് രീതിയിലൂടെ ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ്. അവരിൽ നിന്നും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അവിടുത്തെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ രണ്ടും ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പിന്നെ രണ്ടിലും ലീഗൽ എൻറ്റിറ്റി ആൻഡ് പെർപെച്വൽ സക്സഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഇതും
കോർപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസസും കാര്യങ്ങളുമാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇതിൽ ക്യാപിറ്റലിസം ആദ്യം നമ്മൾ നോക്കുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഈസ് ദ ഓൾഡസ്റ്റ് എക്കണോമിക് സിസ്റ്റം. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഗുഡ്സ്, സർവീസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ അതെല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കൈകളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ എല്ലാ അധികാരങ്ങളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തായിരിക്കും. ക്യാപിറ്റലിസം ബിലീവ്സ് ഇൻ ദ തിയറി ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ക്യാപിറ്റലിസത്തിൻ്റെ തിയറിയാണ് ഈ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പല പ്രാവശ്യങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് ഓൾഡസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ തിയറി, ക്യാപിറ്റലിസം ബിലീവ് ചെയ്യുന്ന തിയറി ഏതാണെന്നുള്ളത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണത്. ഇനി ഫീച്ചേഴ്സ്, ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് പ്രോഫിറ്റ് മോട്ടീവ്, മിനിമം ഗവൺമെൻറ് ഇൻ്റർഫറൻസ്, ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ, റിച്ച് ആൻഡ് പുവർ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ, കോമ്പറ്റീഷൻ, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഹാൻഡ് ഓഫ് ഫ്യൂ, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, ക്രിയേറ്റഡ് മോണോപോളീസ്. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ് അതിൻ്റെ മോട്ടീവ്. ഗവൺമെൻറ് ഇൻ്റർഫറൻസ് വളരെ മിനിമം ആയിരിക്കും. പിന്നെ ക്ലാസ് കോൺഫ്ലിക്റ്റും ക്ലാസ് സ്ട്രഗിളുമുണ്ട്. റിച്ചും പുവറും തമ്മിലുള്ള ആ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ചൂഷണം നടക്കുന്നതാണ് ഈ ക്യാപിറ്റലിസത്തിൽ. പിന്നെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഹാൻഡ് ഓഫ് ഫ്യൂ. കുറച്ച് ആളുകളുടെ കയ്യിലായിരിക്കും എപ്പോഴും ആ ഒരു സമ്പത്ത് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്, കുറച്ച് ആളുകളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കും. പിന്നെ ക്രിയേറ്റഡ് മോണോപോളീസ്, കുത്തകകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. സിമിലാരിറ്റീസ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം കോർപ്പറേഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ്. കോർപ്പറേഷൻ ഈസ് റീഫോംഡ് ഫോം ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ ഒരു റീഫോംഡ് ഫോമാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബോത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ബിസിനസ് എഫിഷ്യൻസി. ബോത്ത് സിസ്റ്റം ആർ നോട്ട് ഫേവർ ഇൻ സ്റ്റേറ്റ് ഇൻ്റർഫറൻസ്. അപ്പോൾ ഇത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ റീഫോംഡ് ഫോമാണ്. രണ്ടും ബിസിനസ് എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടും എന്താണ്, സ്റ്റേറ്റ് ഇൻ്റർഫറൻസിനെ ഫേവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ സിമിലാരിറ്റീസ്. ഡിഫറൻസസിനെ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്, ക്യാപിറ്റലിസം പ്രോഫിറ്റ് മോട്ടീവാണ്. കോർപ്പറേഷനിൽ നോ എക്സ്പ്ലോയിറ്റേഷൻ, ക്യാപിറ്റലിസത്തിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷനിൽ ചൂഷണം എന്ന് പറയുന്നത് ഇല്ല, പക്ഷേ ക്യാപിറ്റലിസത്തിൽ എന്താണ്, ചൂഷണം വരുന്നുണ്ട്. കോർപ്പറേഷനിൽ നോ കോൺഫ്ലിക്റ്റ്, ക്യാപിറ്റലിസത്തിൽ കോൺഫ്ലിക്റ്റ്. ക്യാപിറ്റലിസം നമ്മൾ നേരത്തെ പറഞ്ഞത് റിച്ച് പുവർ ക്ലാസ് കോൺഫ്ലിക്റ്റ് വരുന്നത് ക്യാപിറ്റലിസത്തിലാണ്. കോർപ്പറേഷനിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. പിന്നെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് കോർപ്പറേഷന് പറയുന്നത്. ക്യാപിറ്റലിസത്തിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ക്യാപിറ്റലിസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസും സിമിലാരിറ്റീസുമാണ് പറയുന്നത്. ക്യാപിറ്റലിസം ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റമാണ്. ഇതിൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ അതെല്ലാം, ഗുഡ്സ് സർവീസിൻ്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കൈകളിലായിരിക്കും ഉണ്ടാകുന്നത്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റലിസത്തിൻ്റെ തിയറി. പ്രോഫിറ്റ് മോട്ടീവാണ്. പിന്നെ മിനിമം ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ആയിരിക്കും. ക്ലാസ് കോൺഫ്ലിക്റ്റ്, ക്ലാസ് സ്ട്രഗിളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്. കോമ്പറ്റീഷൻ എന്നുള്ളത് ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഫീച്ചറാണ്. പിന്നെ വെൽത്ത്, സമ്പത്ത് കുറച്ച് പേരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ മോണോപോളീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. സിമിലാരിറ്റി നമ്മൾ പറഞ്ഞു, എന്താണ്, ക്യാപിറ്റലിസത്തിൻ്റെ റീഫോംഡ് ഫോമാണ് കോർപ്പറേഷൻ. ബിസിനസ് എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ സ്റ്റേറ്റ് ഇൻ്റർഫറൻസിനെ രണ്ടുപേരും ഫേവർ ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ ഡിഫറൻസസ്, കോർപ്പറേഷൻ സർവീസ് മോട്ടീവാണ്, ക്യാപിറ്റലിസം പ്രോഫിറ്റ് മോട്ടീവാണ്. കോർപ്പറേഷനിൽ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല, ക്ലാസ് കോൺഫ്ലിക്റ്റ് ഇല്ല. പിന്നെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് കോർപ്പറേഷനിൽ നടക്കുന്നത്. ക്യാപിറ്റലിസത്തിലാണെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, കോൺഫ്ലിക്റ്റുകളുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ക്യാപിറ്റലിസത്തിൽ നടക്കുന്നത്.
ഓക്കെ, ഇനി അടുത്തത് സോഷ്യലിസമാണ്. സോഷ്യലിസത്തിൽ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഓണർഷിപ്പ്. ഇതിൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റേറ്റ് ഓണർഷിപ്പിലാണ് നടക്കുന്നത്. ഫീച്ചേഴ്സ്: സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഡെവൽ, സ്റ്റേറ്റ് ഈസ് സുപ്രീം, സർപ്ലസ് ഗോസ് ടു ദ സ്റ്റേറ്റ്, പോസിറ്റീവ് റോൾ ഓഫ് ഗവൺമെൻറ്, നോ കോമ്പറ്റീഷൻ. അപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഡെവൽ, ഇത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഡെവൽ എന്ന് പറയുന്നത്? സോഷ്യലിസം ആണ്. ഓക്കെ, സ്റ്റേറ്റ് ആണ് സുപ്രീം ആയിട്ടുള്ളത്. സർപ്ലസ് മുഴുവൻ, ലാഭമെല്ലാം പോകുന്നത് സ്റ്റേറ്റിലേക്കായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് റോളാണ് ഇതിൽ. പിന്നെ ഇതിൽ കോമ്പറ്റീഷൻ ഇല്ല സോഷ്യലിസത്തിൽ. സൊസൈറ്റി ക്യാൻ ബി റീഫോംഡ് ഓൺലി ബൈ ദ ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. കാറൽ മാർക്സ് പറഞ്ഞതാണത്. പിന്നെ അടുത്തത് ലെനിൻ പറഞ്ഞത് മിയർ ഗ്രോത്ത് ഓഫ് കോർപ്പറേഷൻ ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് സോഷ്യലിസം എന്ന്. ഇത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാറൽ മാർക്സിൻ്റെയും ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കോർപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. കോർപ്പറേഷനെ സോഷ്യലിസത്തിൻ്റെ സിമിലാരിറ്റീസ്: സർവീസ് മോട്ടീവ് ആണ്, ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ, നോ കോമ്പറ്റീഷൻ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിമിലാരിറ്റീസ്, കോർപ്പറേഷനും സോഷ്യലിസവും ആയിട്ടുള്ള സിമിലാരിറ്റീസ്. ഇനി അതിൻ്റെ ഡിഫറൻസസ്, കോർപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസസ്. സോഷ്യലിസ്റ്റ് എക്കണോമി കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഒഫീഷ്യൽസ്. കോർപ്പറേഷൻ ഇറ്റ് ഈസ് ഡൺ ഡെമോക്രാറ്റിക്കലി ബൈ മെമ്പേഴ്സ്. സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ഒഫീഷ്യൽസ് ആയിരിക്കും. കോർപ്പറേഷൻ ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മെമ്പേഴ്സ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്നതാണ് കോർപ്പറേഷൻ. ഇൻ കോർപ്പറേഷൻ പ്രോഫിറ്റ് ഗോസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇൻ സോഷ്യലിസം പ്രോഫിറ്റ് ഗോസ് ടു സ്റ്റേറ്റ്. കോർപ്പറേഷനിലാണെങ്കിൽ പ്രോഫിറ്റ് പോകുന്നത് മെമ്പേഴ്സിലേക്കാണ് പോകുന്നത്. സോഷ്യലിസത്തിലാണെങ്കിൽ പ്രോഫിറ്റ് സ്റ്റേറ്റിനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലായിരിക്കും. അതിനെയാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസസും സിമിലാരിറ്റീസുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ എക്സ്ട്രീം ഫോമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം ബിലീവ്സ് ഇൻ അറ്റൈനിങ് ഇറ്റ് എയിം ബൈ റെവല്യൂഷണറി മീൻസ്. അതിൻ്റെ എയിം അത് നമുക്ക് അറ്റൈൻ ചെയ്യുന്നത് റെവല്യൂഷണറി മീൻസിലൂടെയാണെന്നാണ് കമ്മ്യൂണിസം ബിലീവ് ചെയ്യുന്നത്. കമ്മ്യൂണിസം ഈസ് മിയർ ആൻ ഐഡിയോളജി ദാൻ എ പ്രാക്ടിക്കബിൾ സിസ്റ്റം. കമ്മ്യൂണിസം ഒരു ഐഡിയോളജി ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഒരു പ്രാക്ടിക്കബിൾ സിസ്റ്റം എന്നതിനേക്കാൾ ഉപരി അതൊരു ഐഡിയോളജി ആയിട്ടാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഈസ് റിട്ടൺ ബൈ കാറൽ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്നാണ് എഴുതിയിരിക്കുന്നത് 1848 ഓക്കെ, ഇത്രയാണ് കമ്മ്യൂണിസത്തിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ഇത് മൂന്നെണ്ണം, അതിന് നമ്മുടെ കോർപ്പറേഷനുമായിട്ടുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും എന്തെന്നൊക്കെയുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളത് അത് മാത്രം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, അത് കോർപ്പറേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് അതും ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ അത് കയറി കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്